നമസ്കാരം. എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഊണിന് പറ്റിയ ഒരു അസാധ്യ ടേസ്റ്റുള്ള എരിശ്ശേരിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. കൊള്ളിയും ചെറുപയറും വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു കിടിലൻ വിഭവമാണ്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പൊ ഒട്ടും വൈകാതെ പോകാം റെസിപ്പിയിലോട്ട്. ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള കൊള്ളിക്കിഴങ്ങ് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി കിഴങ്ങിലോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റവിന്റെ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. കിഴങ്ങിന് ഒരു കട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ നല്ലപോലെ തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞെടുക്കാം. ഇനി ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുള്ള ഈ കൊള്ളിക്കിഴങ്ങിലോട്ട് ഒരു 1/2 കപ്പ് ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇനി എരിവിനായിട്ട് 2 പച്ചമുളക് നെടുകെ കീറിയത്. ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുക. കിഴങ്ങും പയറൊക്കെ വേവുന്ന സമയം കൊണ്ട് ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 1/2 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഇവ അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. പയറും കൊള്ളിയും വേവിച്ചത് ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു തവി വെച്ചിട്ട് കുറച്ച് ഭാഗം ഒന്ന് ഉടച്ചു കൊടുക്കുക. എലിശ്ശേരി ആയതുകൊണ്ട് ഒന്ന് കുഴഞ്ഞിരിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ആ കൊള്ളിക്കിഴങ്ങിന്റെ വലിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അരപ്പിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കുക. കറിയുടെ അരപ്പിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ടുള്ള താളിപ്പ് തയ്യാറാക്കാനായിട്ട് പാനിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി തുടങ്ങുമ്പോൾ ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ടതിന് ശേഷം ഒരു 4-5 വറ്റൽമുളക്, കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 3/4 കപ്പ് ഫ്രഷ് നാളികേരം ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ലോ ടു മീഡിയത്തിന് ഇടയിലിട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നാളികേരം എല്ലാം മൂത്തൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എരിശ്ശേരിയിലോട്ട് ഇട്ട് കൊടുക്കാം. വറവ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ആ വറവിന്റെ ടേസ്റ്റും ഫ്ലേവറൊക്കെ എരിശ്ശേരിയിൽ പിടിക്കാനായിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ കൊള്ളിയും ചെറുപയർ എരിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പൊ ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവര് എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഓണരുചികളിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടുള്ള കൊള്ളിയും ചെറുപയർ എലിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.